അദ്ദേഹം പറഞ്ഞത് ഇനി നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല, പരമാവധി ഒരു 2 ആഴ്ച നമുക്ക് നോക്കാം, ഇനി നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇപ്പം തന്നെ നിങ്ങൾ മരണപ്പെട്ടു പോകുമെന്നോ പറയാനുള്ള അധികാരം ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു ഡോക്ടർക്കും ഇല്ല എന്നുള്ളതാണ്. രണ്ടാഴ്ചയെ ഇനി പ്രതീക്ഷയുള്ളൂ എന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രം അത്തരത്തിൽ മാറ്റിവെച്ച ഒരു മനുഷ്യരാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഇന്റർവ്യൂ തരുന്നതെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അൽഹംദുലില്ലാ, അത്രയും കാലം ഒന്നിച്ച് താമസിക്കാൻ പറ്റിയല്ലോ. അവസാന വായനയിൽ സാധാരണ എടുക്കാറുള്ളത് 200-250 പേജുള്ള പുസ്തകം എടുക്കാറുള്ളത് 2-3 ദിവസമാണ്. പക്ഷേ ഈ പുസ്തകം അദ്ദേഹം വായിച്ചു തുടങ്ങിയിട്ട് തീർക്കാൻ 12-13 ദിവസം എടുത്തെന്നാണ് പറഞ്ഞത്. ലിംഫോമ എന്ന് പറയുന്ന എന്നെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു അർബുദത്തിൻ്റെ അതിൻ്റെ വേദനകളും പ്രയാസങ്ങളും ഒരു 90% ഞാൻ അനുഭവിച്ചത് ഹറമിൽ വെച്ചാണ്. ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഉംറക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സമയത്താണ് എന്തിൻ്റെ വേദനയാണ് എന്ന് പോലും അറിയാത്ത ഒരു ശൂന്യതയിൽ പടച്ചവനോട് കൈനീട്ടുന്നത്. ലിംഫോമയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുന്ന് പറയാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാ എന്നാണ്. അതെനിക്ക് തോന്നുന്നു ആ ഉംറക്കിടയിൽ കിട്ടിയ പടച്ചവൻ നൽകിയ ആ ഒരു ധൈര്യം. ഞാനൊരു 43 വയസ്സ് വരെ, 45 വയസ്സാണ് ഇപ്പോൾ, 43 വയസ്സ് വരെ ഒരു ദിവസം പോലും എൻ്റെ ഓർമ്മയിൽ ആശുപത്രിയിൽ കിടക്കാത്ത ഒരാളാണ്. ഈ അസുഖം വീണ്ടും റിലാപ്സ് ആയിട്ട് തിരിച്ചു വരുന്നത്. അത് തിരിച്ചു വരുന്നത് നേരത്തെ നമുക്ക് തൊണ്ടവേദനയായിരുന്നുവെങ്കിൽ പിന്നെ വന്നിരിക്കുന്നത് നടുഭാഗത്താണ്. എഫക്റ്റീവ് ആവും നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് എന്താണ് കൊടുത്തു നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കൂ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷെ അവരുടെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ നമസ്കാരത്തിന് ശേഷവും എനിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന അത് ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ടും ഒക്കെ നമ്മൾ വിളിച്ച് പറയുകയും അത് നിരന്തരം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു ആത്മധൈര്യം എന്ന് പറയുന്നത്. ആംബുലൻസിൽ പോകുമ്പോൾ പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം, ട്രെയിനിൽ വരണം. അൽഹംദുലില്ലാ ഞങ്ങൾ 2 പേരും ട്രെയിനിലാണ് തിരിച്ചു വന്നത്.